അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അള്ളാഹുവിൻ്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ശമ്പളം ചെറുതാണെങ്കിലും പടച്ചിറപ്പിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ജോലി ചെയ്യുന്നവരാണ് ഉസ്താദന്മാർ. ഞാനിത് പറയാനുള്ള കാരണം, ഇന്നൊരു ഉസ്താദിനെ കാണുകയുണ്ടായി. ആ ഉസ്താദിനോട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ജോലിയെക്കുറിച്ച് ചോദിച്ചു, എത്രയാണ് ശമ്പളമെന്ന്. അദ്ദേഹം പറഞ്ഞു 13,000 രൂപ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഈ 13,000 രൂപയ്ക്ക് ജോലി ചെയ്യുന്ന ഉസ്താദിന് ഒരുപാട് ജോലികൾ ചെയ്തു തീർക്കാറുണ്ട്. ഞാൻ ചോദിച്ചു, എന്തൊക്കെ ജോലികളാണ്? ആ സമയത്ത് ആ ഉസ്താദ് പറഞ്ഞത്, 1 മുഅദ്ദിൻ, 2 ഇമാം ഇല്ല എങ്കിൽ പകരം ഇമാം നിൽക്കണം, 3 2 നേരം മദ്രസ, 4 പള്ളി ക്ലീനിങ്. ഇങ്ങനെയുള്ള ജോലികളാണ് ആ 13,000 രൂപയ്ക്ക് ഉസ്താദ് ചെയ്യേണ്ടത്. ശരിക്കും പറഞ്ഞാൽ എന്തൊരു അവസ്ഥയാണല്ലേ. കാലം ഒരുപാട് മാറിപ്പോയാലും ഉസ്താദന്മാരുടെ ശമ്പളം കൂടുന്നേയില്ല എന്നുള്ളതാണ്, കൂട്ടാൻ ആരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട ഉസ്താദന്മാർ പടച്ചിറപ്പിൻ്റെ ദീന് പഠിപ്പിക്കുകയാണ്. അവർ അധികവും ആഗ്രഹിക്കുന്നത് ദീന്റെ സേവനമാണ്, അള്ളാഹുവിൻ്റെ പ്രതിഫലമാണ്. എന്നാലും അവർക്കും ജീവിക്കണ്ടേ. സാധാരണക്കാരായ ആളുകളെ പോലെ തന്നെ അവർക്കുമുണ്ട് കുടുംബം, അവർക്കുമുണ്ട് മക്കൾ, അവർക്കുമുണ്ട് ഭാര്യ, അവർക്കുമുണ്ട് ചെലവുകൾ. ഇങ്ങനെയുള്ള ഈ ചെലവുകളൊക്കെ, മക്കളുടെയും ഭാര്യയുടെയും വീട്ടു ചെലവുകളൊക്കെ നോക്കേണ്ടത് ഈ 10,000 രൂപ ശമ്പളത്തിനാണോ? ഈ 10,000 രൂപയ്ക്ക് എന്തൊക്കെയാണ് നടക്കേണ്ടത്? വീട്ടു ചെലവ്, കറണ്ട് ബില്ല്, കുട്ടികളുടെ പഠന ചെലവ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആ 10,000 രൂപയ്ക്ക് ഓരോ ഉസ്താദന്മാർ നടത്തേണ്ടതുണ്ട്. എനിക്കറിയാവുന്നൊരു ഉസ്താദ്, ആ ഉസ്താദ് 4 മക്കളുണ്ട്. ഈ 4 മക്കളെ പഠന ചെലവ് നടത്തേണ്ട ആ ഉസ്താദിന്റെ ശമ്പളം 10,000 രൂപയാണ്. 4 മക്കളുടെ പഠന ചെലവ് ആ ശമ്പളം കൊണ്ട് നടക്കണം. അതിലുപരി വീട്ടിലെ ചെലവുകളും, അതിലുപരി മറ്റു പല കാര്യങ്ങളും. ഞാൻ ആ സമയത്ത് ആ ഉസ്താദിനോട് ചോദിച്ചു, വളരെ ബുദ്ധിമുട്ടാണല്ലോ എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത്, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ പൊരുത്തമുണ്ടാകുമല്ലോ, അള്ളാഹുവിൻ്റെ പ്രതിഫലം ഉണ്ടാകുമല്ലോ, അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകുമല്ലോ എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ പള്ളികൾ മിനുക്കിയെടുക്കുന്നുണ്ട്, ഒരുപാട് പിരിവ് നടത്തിക്കൊണ്ട് പള്ളികളുടെ ചേരുവകൾക്ക് കൂട്ടുന്നുണ്ട്. പക്ഷെ ഉസ്താദന്മാരുടെ ശമ്പളമോ ഒട്ടും കൂടുന്നില്ല. ആളുകളിൽ നിന്ന് പിരിവെടുത്തുകൊണ്ട് മറ്റും പല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പള്ളികളുടെ ചേല് കൂട്ടുമ്പോൾ, പള്ളികളിൽ AC കൂട്ടുമ്പോൾ ആ ഉസ്താദന്മാരുടെ ശമ്പളം കൂട്ടാൻ വേണ്ടിയിട്ടും ഈ കമ്മിറ്റിക്കാർ തയ്യാറെടുക്കേണ്ടതുണ്ട്. ചില ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, 2 മണിക്കൂറല്ലേ ക്ലാസ് ഉള്ളൂ, വേറെ പണിക്ക് പോയിക്കൂടിയാണ്? വേറെ പണിക്ക് പോകുന്ന ചെറുപ്പക്കാരായ ഉസ്താദന്മാരുണ്ട്, പക്ഷെ അതിനൊന്നും കഴിയാത്ത ആളുകൾ എന്താണ് ചെയ്യേണ്ടത്? അതേപോലെ തന്നെ പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യം, 2 മണിക്കൂറല്ലേ, വേറെ പണിയൊന്നും ഇല്ലല്ലോ, 2 മണിക്കൂർ ക്ലാസ്സിൽ ഇരുന്നാൽ പോരെ, അതിനാണ് ഈ 10-നേക്കാൾ ശമ്പളം കൂട്ടേണ്ടത് എന്ന് ചോദിക്കുന്ന ആളുകളോട് പറയാനുള്ളത്, 2 മണിക്കൂർ നിങ്ങൾക്ക് വായ കൊണ്ട് പറയാം. നിങ്ങളുടെ സമയം കിട്ടുന്ന സമയത്ത് ഒന്ന് ക്ലാസ്സിൽ വന്നിരിക്കണം. 1-ാം ക്ലാസ്സിലോ 2-ാം ക്ലാസ്സിലോ 3-ാം ക്ലാസ്സിലോ ഏത് ക്ലാസ്സിലായാലും ആ ഉസ്താദ് എടുക്കുന്ന ക്ലാസ്സിൽ പോയി ഇരിക്കണം. അപ്പോൾ നിങ്ങൾക്കറിയാം ആ 2 മണിക്കൂർ ഉസ്താദ് എടുക്കുന്ന കഷ്ടപ്പാട് എത്രയാണെന്ന്. ഈ പഠിപ്പിക്കാനുള്ള ജോലി അത്ര സിമ്പിളാണെന്നുള്ളതാണ് പല ആളുകളും വിചാരിക്കുന്നത്. അത്ര സിമ്പിളൊന്നുമല്ല, വല്ലാത്ത കഷ്ടപ്പാട് തന്നെയാണ് ഈ ജോലിക്കുള്ളത്. അങ്ങനെ ചോദിക്കുന്ന ആളുകൾ, ഉസ്താദന്മാരുടെ ശമ്പളത്തിന് എതിർക്കുന്ന ആളുകൾ, അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകൾ ഒരു ദിവസം കടന്നു വരണം. മദ്രസയിലേക്ക് വന്നിട്ട് അല്ലെങ്കിൽ സ്കൂളുകളിലേക്ക് പോയിട്ട് എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, ആ 30-40 ഉള്ള കുട്ടികളെ എങ്ങനെയാണ് ആ ഉസ്താദ് കൺട്രോൾ ചെയ്യുന്നുള്ളത്, അതൊക്കെ ഒന്ന് കാണണം. ആ സമയത്ത് എല്ലാവർക്കും മനസ്സിലാകും ഒരു അധ്യാപകന്റെ ബുദ്ധിമുട്ട് എന്തൊക്കെയാണുള്ളത്. അതുകൊണ്ട് കമ്മിറ്റിക്കാരൊക്കെ ചർച്ചകൾ കൂടിക്കൊണ്ട് ആ ഉസ്താദന്മാർക്ക് ജീവിക്കാനുള്ള മാന്യമായ ശമ്പളം കൊടുക്കേണ്ടതുണ്ട്. അത് അവർക്ക് ഏറ്റവും ആശ്വാസമായ കാര്യമായിരിക്കാം. അവർ ചെയ്യുന്ന ജോലി എന്നുള്ളത് പടച്ചിറപ്പ് ഏറ്റവും ഇഷ്ടമുള്ള ജോലിയാണ്. ദീനി പഠിപ്പിക്കുക എന്നുള്ളതാണ്, ഖുർആന്റെ അക്ഷരങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അതിന് അങ്ങനെ ചെയ്യുന്ന ഉസ്താദന്മാർക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വഴി ഓരോ കമ്മിറ്റിക്കാരും കണ്ടെത്തേണ്ടതുണ്ട്. ഒരു ജോലി ഒഴിവുണ്ട് കേട്ടോ, വായിച്ചുതരാം. മുഅദ്ദിനാട്ടോ, പള്ളിയിൽ ബാങ്കൊക്കെ വിളിക്കൂലേ, ആ ഒരു ജോലിയാണ്. അതിന്റെ കൂടെ മുഅല്ലിമാണ്, അതായത് മദ്രസയിലെ കുട്ടികളൊക്കെ പഠിപ്പിക്കണം. കൂട്ടത്തിൽ ചെറിയൊരു ജോലിയും കൂടെ ഉണ്ട്, ബാത്റൂം, മൂത്രപ്പുര ഉൾപ്പെടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്ലീനൊക്കെ ചെയ്യണം കേട്ടോ. പിന്നെ ശമ്പളം, നിലവിൽ ശമ്പളം 7,500 രൂപയാണ്. അതുപോലെ തന്നെ മദ്രസയിൽ 2 ക്ലാസ് ഉണ്ടാകും, 6:30 മുതൽ 9:30 വരെ ആയിട്ട് 2 ഷിഫ്റ്റിലായിട്ട് 1.5 മണിക്കൂർ വീതം 2 ക്ലാസ്സും ഉണ്ടായിരിക്കുന്നു കേട്ടോ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്തൊരു അവസ്ഥയാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുമ്പോൾ പല ആളുകളും വന്ന് പല നെഗറ്റീവ് കമന്റുകളും ചെയ്യും. നമ്മുടെ നാട്ടില് പള്ളിയിൽ പണിയെടുത്താൽ കിട്ടുന്നത് 6,500, 7,000, 10,000, 12,000. ഞാൻ ഈ പറഞ്ഞ ജോലി മലപ്പുറം ജില്ലയിലെ ഒരു പള്ളിയിലുള്ളതാണ്. ആ പള്ളി ഏതാണ്, ആ നമ്പർ ഒന്നും ഞാൻ കൊടുക്കുന്നില്ല. ഇത് മലപ്പുറത്ത് മാത്രം നടക്കുന്ന ഒരു വിഷയമല്ല,
കേരളത്തിലെ 14 ജില്ലകളിലും മദ്രസകളിലും പള്ളിയിലും നടക്കുന്ന ഒരു അവസ്ഥയാണ്. മുഅല്ലിമീങ്ങൾക്ക് ഉസ്താദന്മാർക്ക് ശമ്പളമില്ല. ഈ ഉസ്താദ് പറയുന്ന ഒരു വീഡിയോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കി. നമുക്കോ മദ്രസ മുഅല്ലിമീങ്ങൾക്ക് ശമ്പളം കൊടുക്കാൻ പിശുക്ക്, നല്ല ശമ്പളം കൊടുക്കൂല. നല്ല യോഗ്യരായ പണ്ഡിതന്മാര് മദ്രസയിൽ പഠിപ്പിക്കണം, ദർസ് നടത്തണമെങ്കിൽ നല്ല സാലറി കൊടുക്കാൻ കമ്മിറ്റിക്കാർ തയ്യാറാവണം. നല്ല ഉയർന്ന സാലറി കൊടുത്താൽ കഴിവുള്ള പണ്ഡിതന്മാർ കുട്ടികളെ പഠിപ്പിക്കാനുണ്ടാവും. ഏറ്റവും കുറഞ്ഞ ശമ്പളം കൊടുത്തിട്ട് വില കുറയ്ക്കേണ്ടതല്ല അള്ളാന്റെ ദീന്. ഏറ്റവും നല്ല ശമ്പളം കൊടുത്ത് വില ഉയർത്തേണ്ടതാണ്. ഈ ഇസ്ലാമിന്റെ വില മുഴുവനും കളഞ്ഞത് നമ്മളാ. എന്തുകൊണ്ടാ മാതാപിതാക്കളെ മക്കളെ ഓതാൻ വിടാത്ത്? മൂല്യരായ ശമ്പളം കുറവാണ്. ഈ മൂല്യർക്ക് ശമ്പളം കുറച്ചാരാ? ഇവിടുത്തെ ഇന്നത്തെ ഗവൺമെന്റ് ആണോ? ഇസ്ലാമിന്റെ വിരോധികളാണോ? നമ്മൾ ഈ സമുദായമാണ് ഇതിനെ ഡീഗ്രേഡ് ചെയ്തത്. മദ്രസയുടെ ക്ലാസ് റൂമുകൾ വേണ്ടത്ര ഭംഗിയാക്കാത്തത് ആര്? നമ്മള്. മുഅല്ലിമീങ്ങൾക്ക് നല്ല ശമ്പളം കൊടുക്കാത്തത് ആര്? നമ്മള്. അതുകൊണ്ട് ഈ സമുദായം മാറി ആലോചിക്കണമെന്ന് വിനീതമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപാട് മുഅല്ലിമീങ്ങൾ രാവിലെ മദ്രസ കഴിഞ്ഞിട്ട് പല ജോലികൾക്കും പോയിട്ട് വൈകുന്നേരം വീണ്ടും മദ്രസകളിൽ എത്തുന്ന ഉസ്താദന്മാരുണ്ട്. ഏതെങ്കിലും ഡോക്ടർമാർ, നിങ്ങൾ ആലോചിക്കണം, ഏതെങ്കിലും ഡോക്ടർമാർ ഗവൺമെന്റ് ഡ്യൂട്ടി കഴിഞ്ഞതിന് വന്നതിന് ശേഷം കൂലിപ്പണിക്ക് പോകുന്നുണ്ടോ? അവർ പെയിന്റിങ്ങിന് പോകുന്നുണ്ടോ? അവർ പച്ചക്കറി കച്ചവടത്തിന് പോകുന്നുണ്ടോ? ഏതെങ്കിലും എഞ്ചിനീയർമാർ പോകുന്നുണ്ടോ? അവരെയൊക്കെ നമ്മൾ വലിയ മർത്തബയിലാണ് വെച്ചിരിക്കുന്നത്. എന്നാൽ ഉസ്താദന്മാരാണെങ്കിലോ അവർ പള്ളി കഴിഞ്ഞിട്ട് അവർ മറ്റു ജോലിക്ക് പോകണം. അതുകൊണ്ട് വിയർപ്പിന്റെ അസുഖമല്ല ഇവിടത്തെ പ്രശ്നം. പള്ളികളിൽ ഉസ്താദന്മാർക്ക് വേണ്ട രീതിയിലുള്ള വേതനം കിട്ടുന്നില്ല. അതുകൊണ്ട് കേരളത്തിലുള്ള എല്ലാ മഹല്ലുകളും നല്ല ഒരു ചർച്ച നടത്തിയിട്ട് പൊതുജനങ്ങൾ മഹലിൽ സമ്മർദ്ദം ചെലുത്തിയിട്ടെങ്കിലും മാന്യമായൊരു വേതനം. കാരണം അവർക്ക് മക്കളുണ്ട്, കുടുംബമുണ്ട്, 3 നേരം ഭക്ഷണം കഴിക്കണം, മക്കളെ പഠിപ്പിക്കണം, അവർക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കണം, കറണ്ട് ബില്ല് അടയ്ക്കണം, എന്തെല്ലാം ചെലവുകളാണ്. ഒരു മാന്യമായ വേതനമെങ്കിലും നിങ്ങൾ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് നമ്മുടെ ഉസ്താദന്മാർക്കും നമ്മുടെ പള്ളികളിലെ എല്ലാ ആളുകൾക്കും കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.